അഹമ്മദ് ലവ് ജിഹാദ് എന്ന ആരോപണത്തിന് പിന്നിൽ ഹിന്ദു തീവ്രവാദ സംഘടനയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അഖിലേന്ത്യാ തലത്തിൽ തന്നെ പ്രചരിക്കുന്ന ഇസ്ലാം മതവിരുദ്ധത എളുപ്പം വേവുന്ന ഇടമായിരിക്കുകയാണോ കേരളം? ഇത് കേരളീയ സമൂഹത്തിന്റെ മതനിരപേക്ഷ സംസ്കാരത്തെ തകർക്കുന്നതിന്റെ ഭാഗമായി രൂപം കൊണ്ട വളരെ ജനവിരുദ്ധമായ ഒരു ആശയമാണ്. 1917 കേരളീയ നവോത്ഥാനത്തിന്റെ ഭാഗമായി സഹോദരൻ അയ്യപ്പൻ മിശ്രവിവാഹം മിശ്രഭോജനം എന്ന ആശയം ആവിഷ്കരിക്കുന്നത്. അതിന്റെ തുടർച്ചയായി കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളും ജനാധിപത്യ പ്രസ്ഥാനങ്ങളും തുടർച്ചയായി മുന്നോട്ട് വെക്കുന്ന ജാതിരഹിതവും മതനിരപേക്ഷവുമായ ഒരാധുനിക കേരളീയ സമൂഹം എന്ന കാഴ്ചപ്പാട് പിന്നീട് വളരെ പതുക്കെയാണെങ്കിലും മുന്നോട്ട് പോകുന്നതാണ് നാം കാണുന്നത്. അതിന്റെ തുടർച്ചയിലാണ് 1937 രൂപം കൊണ്ട പുരോഗമന സാഹിത്യ പ്രസ്ഥാനവും അതിന്റെ പ്രചോദനത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട നിരവധി സാഹിത്യകൃതികൾ, 1, 2, 3 അല്ല. അതിൽ പ്രധാനപ്പെട്ടതാണ് 1940കളിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രേമലേഖനം എന്ന രചന. തുടർന്ന് വന്ന സിനിമകൾ ഉൾപ്പെടെ നമ്മുടെ കലാസാംസ്കാരിക രംഗം ജാതിക്കും മതത്തിനും അപ്പുറത്ത് ഞങ്ങളും മനുഷ്യത്വത്തിന്റെ പച്ചപ്പിൽ പുളകം കൊള്ളുന്നവരാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ സ്വതന്ത്ര സ്നേഹത്തിന്റെ മതിലുകൾക്കപ്പുറമുള്ള മനുഷ്യബന്ധത്തിന്റെ മഹത്വം തിരിച്ചറിയുന്നവരാണ്. അങ്ങനെയാണ് കേരളീയ സമൂഹത്തിൽ തീർച്ചയായിട്ടും ജാതി മതത്തിന്റെ അതിർത്തികൾക്കപ്പുറമുള്ള വിവാഹങ്ങളും വികസിച്ചു വന്നത്. നമ്മൾ ഈ സംവാദം നടത്തുമ്പോൾ കേരളത്തിൽ 10 ലക്ഷത്തിലേറെ കുട്ടികൾ ജാതിരഹിത മതരഹിത പശ്ചാത്തലത്തിലേക്ക് വളർന്നു വന്നവരാണ്. ഇതൊന്നും കൃത്യമായും തിരിച്ചറിയാതെ വളരെ പെട്ടെന്ന് കേരളത്തിൽ ഇത്തരമൊരു പ്രചാരണം രൂപം കൊള്ളാൻ എന്താണ് കാരണം? അതിന് കൃത്യമായ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. ആ രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നത് 2002 ഫെബ്രുവരി 27 ഗുജറാത്തിൽ ആരംഭിച്ച വംശഹത്യ. ഈ വംശഹത്യക്ക് കളമൊരുക്കുന്നതിന്റെ മുന്നുപാധിയായിട്ടാണ് അവിടെ വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവർ വിവാഹം ചെയ്തത്, പ്രണയിച്ചത്. അതിന്റെയൊക്കെ ലിസ്റ്റ് എടുത്തിട്ട് മിശ്രവിവാഹിതർക്കെതിരെ സംഘടിതമായ സർക്കാർ നേതൃത്വത്തിലുള്ള ആക്രമണം ആരംഭിക്കുന്നത് വംശഹത്യാനന്തര ഗുജറാത്തിലാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഗുജറാത്തിന്റെ ഒരു തുടർച്ച നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്നു എന്നത് ഞെട്ടിക്കുന്ന കാര്യം തന്നെയല്ലേ? ദക്ഷിണേന്ത്യയിലെ ഗുജറാത്ത് എന്ന് വിളിക്കാവുന്ന കർണാടകയിലേക്ക് ഇതെത്തുന്നു. കർണാടകയിൽ നിന്ന് കാസർഗോഡ് വഴി ഇത് പത്തനംതിട്ടയിലെത്തുന്നു. അതോടുകൂടിയാണ് കേരളത്തിൽ ലവ് ജിഹാദ് എന്ന വ്യാപകമായ പ്രചാരണം ഉണ്ടായത്. ശ്രീ KEN എങ്ങനെ കാണുന്നു മാധ്യമങ്ങളുടെ പങ്ക്? മാധ്യമങ്ങൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത് നിഷ്കളങ്കമായിട്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കുമോ? നമ്മുടെ മതേതരത്വത്തിൽ തന്നെ ഒരു ദളിത് വിരുദ്ധതയുടെ, ആദിവാസി വിരുദ്ധതയുടെ, സ്ത്രീ വിരുദ്ധതയുടെ, മുസ്ലിം വിരുദ്ധതയുടെ, ക്രൈസ്തവ വിരുദ്ധതയുടെ ഒക്കെ ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് സത്യത്തിൽ ലവ് ജിഹാദ് പ്രശ്നം ഉയർന്നു വന്നപ്പോൾ തന്നെ അപകീർത്തിക്കപ്പെടാതെ പോയ ഇന്ത്യൻ മതേതരത്വത്തിന്റെ അപരമുഖമാണ് പുറത്തു ചാടിയിരിക്കുന്നത് എന്ന് ഞങ്ങളൊക്കെ തന്നെ വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചതാണ്. അതുകൊണ്ട് ഇത് പ്രണയത്തിന്റെ പ്രശ്നമൊന്നുമല്ല, ഇത് മതപരിവർത്തനത്തിന്റെ പ്രശ്നമല്ല. അതേസമയം ഇത് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ അവികസിതാവസ്ഥയാണ്.